ഇന്നൊരു പഴയ കിടിലൻ ത്രില്ലർ പടം പറയാം. ഈ സിനിമയും ഞാൻ പണ്ട് ഇങ്ങനെ കണ്ടിരിക്കേണ്ട 5 ഷോക്കിംഗ് ട്വിസ്റ്റ് ഉള്ള ത്രില്ലറുകൾ എന്ന ഒരു റെക്കമെൻഡേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോ ആണെങ്കിൽ അധികം പേരും കണ്ടിട്ടില്ല. സോ ഈ സിനിമ ഒന്ന് സെപ്പറേറ്റ് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. ഈ വലിയ ഹൊറർ മിസ്റ്ററി ത്രില്ലർ സിനിമകളൊക്കെ പലരും എണ്ണി പറയുമ്പോൾ പോലും അങ്ങനെ അധികം പറഞ്ഞു കേൾക്കാത്ത ഒരു പടമാണ് ഒരു അണ്ടർ റേറ്റഡ് ത്രില്ലർ, എ മൂവി റെക്കമെൻഡേഷൻ. ഇത് കാരോളിന്റെ കഥയാണ്. പ്രായമായവരെയും ഗുരുതര രോഗമുള്ളവരെയും ഒക്കെ പരിചരിക്കുന്ന ഒരു നേഴ്സാണ് പുള്ളിക്കാരി. പണ്ട് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ അച്ഛനെ പരിചരിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമവും പശ്ചാത്താപവും ഒക്കെയാണ് കാരോളിന് ഈ ജോലി ചെയ്യാനായിട്ട് ഒരു പ്രേരണ നൽകിയത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സിംഗ് ഹോമിലെ ജോലി അവിടുത്തെ ഒരു മനുഷ്യത്വമില്ലായ്മയൊക്കെ കൊണ്ട് പുള്ളിക്കാരിക്ക് ആകെ മടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ഉപേക്ഷിച്ചിട്ട് ഒരൊറ്റപ്പെട്ട വലിയ വീട്ടിലെ പ്രായമായിട്ടുള്ള ദമ്പതികളിൽ ഒരാള്, അതായത് ഭർത്താവ് പക്ഷാഘാതം പിടിച്ച ബെഞ്ചമിൻ എന്ന ആളെ പരിചരിക്കാനായിട്ട് കാരോളിൻ പോവുകയാണ്. പക്ഷെ അവിടെ അവൾക്ക് കുറച്ച് വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അനുഭവപ്പെടുന്നത്. എന്തൊക്കെയോ ചില നിഗൂഢതകൾ അവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എന്താണ് അവിടെ നടക്കുന്നത്, അത് അവൾ കണ്ടെത്തുമോ? ഇതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ചിത്രം 2005 ഇയാൻ സോഫ്ലി സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ ദ സ്കെൽട്ടൺ കീ. ഒരു കിടിലം പടമാണ്. നല്ല കിളി പറത്തുന്ന ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. ഞാനിപ്പോ പറഞ്ഞ ഇതിന്റെ ആ ഒരു ബേസിക് പ്ലോട്ട് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ചില പടങ്ങളിലേക്ക് പോലെ ഒരു ക്ലീഷേ സെറ്റപ്പ് ആണെന്ന് തോന്നുമെങ്കിലും അത്രയ്ക്ക് ക്ലീഷ ആയിട്ടൊന്നും അല്ല. പ്രത്യേകിച്ച് ഇതിന്റെ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് നിങ്ങളുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച് മുൻധാരണകളൊക്കെ പൊളിച്ചു കളയും എന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും കുറെ സംശയങ്ങൾ തോന്നി നമുക്കതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉറപ്പാക്കാൻ വേണ്ടി റീവൈൻഡ് ചെയ്ത് പോയിട്ട് വീണ്ടും കണ്ടു നോക്കും. അത്രയ്ക്കും ബ്രില്യന്റ് ആയിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഹൊറർ എലമെന്റ്സ്, ചില ജംപ് സ്കെയർ സീനുകളൊക്കെയും ഉണ്ടെങ്കിലും ഇതൊരു പ്രേതപ്പടം എന്ന് പറയാൻ പറ്റില്ല. ഈ കഥ നടക്കുന്ന ആ ഒരു ലൊക്കേഷന്റെ ഒക്കെ ഒരു പ്രത്യേകത കൊണ്ടും ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കൊണ്ടുണ്ടാകുന്ന നിഗൂഢത, അതാണ് ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഈ സിനിമയിൽ സൃഷ്ടിക്കുന്നത്. സോ നല്ല സ്ക്രിപ്റ്റ്, നല്ല മേക്കിംഗ്, നല്ല ട്വിസ്റ്റ്, ഒപ്പം അഭിനയിച്ചവരുടെ എല്ലാം മികച്ച പ്രകടനവും പടത്തിന്റെ പോസിറ്റീവാണ്. പോരാത്തതിന് ഒരു മൈൻഡ് ബ്ലോയിങ് ക്ലൈമാക്സും. നായിക കാരോലിൻ എല്ലിസ് ആയിട്ട് വരുന്ന കേറ്റ് ഹഡ്സന്റെ പ്രകടനമാണ് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്. പുള്ളിക്കാരിക്കാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. സിനിമ മുഴുവൻ പുള്ളിക്കാരുടെ ഷോൾഡറിലാണെന്ന് പറയാം. ഒപ്പം ജീന റോലാൻഡ്, ജോൺ ഹണ്ട് തുടങ്ങി അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ്. ടെക്നിക്കൽ സൈഡിൽ സിനിമയുടെ ക്യാമറ എഡിറ്റിംഗ്, മെയിൻ ആയിട്ട് ഇതിന്റെ ലൈറ്റിംഗ് എടുത്ത് പറയണം. കാരണം ഒരുപാട് നൈറ്റ് വിഷ്വലുകളൊക്കെ പടത്തിലുണ്ട്. അതിൽ തന്നെ മെഴുകുതിരി വെട്ടത്തിലൊക്കെയുള്ള സീനുകൾ ഇവരിങ്ങനെ എക്സ്ട്രാ ലൈറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിൽ കിടുവായിട്ട് യൂസ് ചെയ്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും പ്രൊഡക്ഷൻ ഡിസൈനും ഒക്കെയും നല്ലതാണ്. പിന്നെ ഈ പടം ഒരല്പം സ്ലോ പേസ്ഡ് ആണ്. ചിലപ്പോൾ ഈ ഫാസ്റ്റ് പേസ് ത്രില്ലർ പടങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ തോന്നിയേക്കാം. ഒന്ന് ഇന്നായി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടു തീർത്തിട്ട് എണീക്കുകയുള്ളൂ. പിന്നെ ഇത്തരത്തിലുള്ള കുറെ സിനിമകളും സീരീസുകളും ഒക്കെ പിന്നീട് ഈ സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇതുപോലെ വേറെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നും. എങ്കിൽ പോലും പടം മുഴുവൻ കണ്ടു തീർത്താൽ നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അത്രയ്ക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇതിന്റെ പ്രത്യേകിച്ച് ക്ലൈമാക്സും കാര്യങ്ങളും ഒക്കെ. സോ ആദ്യം കാണുന്നവർ നോക്കിക്കോ, നിങ്ങൾ ഇതിന്റെ ക്ലൈമാക്സ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുറെ കാലം കിടക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ഈ സിനിമ വളരെ പണ്ട് കണ്ടതാണ്. ഒരു 5 കൊല്ലം മുമ്പാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ സിനിമ. സോ വീണ്ടും ഒന്നുകൂടി സജസ്റ്റ് ചെയ്യുകയാണ് ഇതുവരെയും കാണാത്തവർക്ക് വേണ്ടി. ഹൊറർ പടങ്ങൾ, അതും മിസ്റ്ററി കൂടി മിക്സ് ചെയ്ത് വരുന്ന സിനിമകൾ പറയുമ്പോൾ എന്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു സിനിമയാണിത്. ഇത് നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിൽ ഇപ്പോൾ കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ചും കാണാൻ പറ്റും. 1 മണിക്കൂർ 40 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഒരു ചെറിയ ബാക്ക് ഷോട്ട് ന്യൂഡിറ്റി ഉണ്ട്, അത് മാത്രമല്ല, അത്ര വലിയ സംഭവമൊന്നും അല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ബൈ ദ ബൈ, ഈ സിനിമയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് മറ്റൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് ഹൊറർ പടം ഒരുക്കിയിട്ടുള്ളത്. ഏതാണെന്ന് അറിയോ? ഒപ്പം ഏകദേശം ഇതുപോലെ ഒരു കോൺസെപ്റ്റ് ഉള്ള നെറ്റ്ഫ്ലിക്സിൽ ഒരു പൊളപ്പൻ ത്രില്ലർ സീരീസും ഉണ്ട്. ഏതാ പടമാനെ പറഞ്ഞു കൊടുക്കുക.